7th സ്റ്റാൻഡേർഡിലെ മാത്സിലെ 13th ചാപ്റ്റർ പേഴ്സൻസ് പറഞ്ഞ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ പേഴ്സൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് നമുക്കറിയാം അല്ലേ. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓരോ ഷോപ്പിലൊക്കെ പോയാൽ നമുക്ക് ഇത്ര എന്താണ് പെർസെൻറ്റേജ് വില കുറവുണ്ട് എന്നൊക്കെ പറയില്ലേ. ഷർട്ട് വാങ്ങാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ചുരിദാർ വാങ്ങാൻ പോവുകയാണെങ്കിൽ എന്താണ് ഈ ഡ്രസ്സിന് ഇത്ര പെർസെൻറ്റേജ് 30% വിലക്കുറവുണ്ട് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ആ ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പേഴ്സൻ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? ബൈ 100 ആണ് കേട്ടോ. ഓക്കെ, പേഴ്സൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 100 ആണ് അല്ലേ, ബൈ 100 എന്ന് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ റിഡക്ഷൻ പറയാണ് അല്ലെങ്കിൽ ഇത്ര ശതമാനം കുറവ് പറയുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെന്താണ് നമ്മളത് കണ്ടുപിടിച്ച ശേഷം ആ എന്താണ് തന്ന ആ വാല്യൂ ഒന്ന് മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഇത്ര കൂടുതൽ കിട്ടി, നമുക്ക് ഇത്ര ശതമാനം കൂടുതൽ കിട്ടി, ഇത്ര പെർസെൻറ്റേജ് ഇത്ര കൂടുതൽ ഒരു തരും അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് പ്ലസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. റിഡക്ഷൻ പറയുമ്പോൾ മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഓണത്തിന് എന്താണ് ഈ ഹാൻഡ്ലൂം ക്ലോത്ത്സിന് 30% റിഡക്ഷൻ ആണ് അല്ലേ, പ്രൈസ് ഓഫ് ഹാൻഡ്ലൂം ക്ലോത്തിന്. അതിനാണ് വാട്ട് ഇസ് റിഡക്ഷൻ ഫോർ 3750 rupees വർത്ത് ഓഫ് ക്ലോത്ത്സ് എന്ന് ചോദിച്ചത്. അപ്പോൾ എത്ര ശതമാനം, അതായത് എത്ര റിഡക്ഷനാണ് ഈ ഡ്രസ്സിന് ഉള്ളതെന്നാണ്. അതായത് 3750 rupeesന് ഈ ക്ലോത്ത് വാങ്ങിയാൽ, ഹാൻഡ്ലൂം ക്ലോത്തിലെ കൈത്തറി വസ്ത്രങ്ങളിലെ അത് വാങ്ങിയാൽ എത്ര വിലക്കിഴിവ് കിട്ടുന്ന ചോദിച്ചിരിക്കുന്നത്, വിലക്കുറവ് കിട്ടുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയാം? 3750 അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 3750 ഇൻറ്റു പിന്നെ 30% അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3750 ഇൻറ്റു 30% ബൈ 100 ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്താക്കുക? കിട്ടുന്ന ഉത്തരത്തിനോട് എന്താക്കുക? റിഡക്ഷൻ ആണ് അല്ലേ. അപ്പോൾ 3750 മൈനസ് ആ കിട്ടിയ ഉത്തരം എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3750 ഇൻറ്റു 30% അല്ലേ. അപ്പോൾ 30% ബൈ 100 ആക്കിയിട്ടില്ലേ, 30 ബൈ 100 എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 3750 ഇൻറ്റു 30 എന്ന് പറയുന്നത് മുകളിലുള്ള സംഭവം തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതുമെങ്കിലും എന്താണ് ഇത് മുകളിലേക്ക് പെട്ട സംഭവമാണ് അല്ലേ, ഇങ്ങനെ വരും. ഇങ്ങനെ വരും. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താ 3750 ഇൻറ്റു 30 ബൈ 100 അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ഡിനോമിനേറ്ററിൽ 0 ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒരു 0 ഇവിടെ വെട്ടിപ്പോവാം. ഓക്കെ, അപ്പോൾ മുകളിലുള്ള ഈ 0യും നമുക്ക് എന്താക്കുക? ഈ 0യും വെട്ടി. ഓക്കെ, ഇനി 0 ഉണ്ട് മുകളിലും താഴത്തും ഉണ്ട് അല്ലേ, ഈ സൈഡിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വെട്ടി. ഇനി എന്താണ്? ഈ 0യും നമ്മൾ വെട്ടി അല്ലേ. മുകളിൽ 0 ഉണ്ടെങ്കിൽ താഴെയും 0 ഉണ്ടെങ്കിൽ വെട്ടിപ്പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ, അത് ഒരു ഷോർട്ടാണ് കേട്ടോ. നിങ്ങൾ പഠിച്ചതാണല്ലോ അല്ലേ, വെട്ടിപ്പോകുന്ന ക്യാൻസലേഷൻ മെത്തേഡ്. അപ്പോൾ 0 ഉണ്ടെങ്കിൽ നമുക്ക് 2 താഴെയും ഉണ്ടെങ്കിൽ വെട്ടിപ്പോവാം. അപ്പോൾ ഇനി ഇവിടെ ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ളത് 375 ഇൻറ്റു 3. ഓക്കെ, 375 ഇൻറ്റു 3 ആണ് അല്ലേ. അപ്പോൾ 375 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഈക്വൽ ടു നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? അപ്പോൾ നമുക്ക് എന്താ കിട്ടിയ? 375 ഇൻറ്റു 3 ഈക്വൽ ടു 1125 rupees കിട്ടില്ലേ. അപ്പോൾ വിലക്കിഴിവ് എത്രയാണ്? 1125 rupees ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നോക്കൂ, ഞാൻ പറഞ്ഞ റിഡക്ഷൻ ആണെങ്കിൽ -7 ആണെന്നുള്ളത് പറഞ്ഞില്ലേ. അതായത് 30% നിങ്ങൾ എന്താക്കുക? ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരം അല്ലേ. ഒരു വിലക്കിഴിവ് എത്രയെന്നേ ചോദിച്ചിട്ടുള്ളൂ, ലാസ്റ്റ് എത്ര രൂപ കൊടുക്കണം എന്ന് ചോദിച്ചില്ല അല്ലേ. അങ്ങനെ എന്താണ് എത്ര കൊടുക്കണം എന്ന് ചോദിച്ചാൽ എന്താക്കുക? നിങ്ങൾ ചെയ്യുക 3750 മൈനസ് 1125 ചെയ്യുക. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ എത്ര വാട്ട് ഈസ് റിഡക്ഷൻ ഫോർ 3750 rupees വർത്ത് ഓഫ് ക്ലോത്ത് എന്നാണ്. അപ്പോൾ 3750 rupeesനോട് എത്ര റിഡക്ഷൻ ഉണ്ടെന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം ടോട്ടൽ റിഡക്ഷൻ എത്രയാണ്? 1125 rupees. ഓക്കെ, ദെൻ ഇനി എന്താ ഇവിടെ പറഞ്ഞെന്ന് നോക്കിയേ. അടുത്തൊരു ഇത്, ഇവിടെ അടുത്ത ചോദ്യം നോക്കിയാൽ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു വർഷത്തിൽ 9% ഇൻട്രസ്റ്റ് ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ 7500 rupees ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൗ വുഡ് ഗോട്ട് ആഫ്റ്റർ 1 year, ഈ ഒരു വർഷത്തിന് ശേഷം എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? 7500ന് 9% ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. പിന്നെ ആ പലിശ മാത്രമാണ് നമുക്ക് കിട്ടുക അല്ല, നമ്മൾ കൊടുത്ത പൈസ കൂടി കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ ലാസ്റ്റ് ആ കിട്ടിയ ഉത്തരത്തിനോട് എന്താക്കണം? ഈ 7500നോട് ആ കിട്ടിയ ഉത്തരം പ്ലസ് ചെയ്യണം അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇവിടെ 7500 ഇൻറ്റു 9/100 അങ്ങനെ ചെയ്യുക അല്ലേ. നോക്കുക അവിടെ ചെയ്ത് 7500 ഇൻറ്റു 9/100 അല്ലേ. അങ്ങനെ നമുക്ക് ചെറുതാക്കിയപ്പോൾ ഈ 0 ക്യാൻസൽ ആക്കാം. എന്നിട്ട് എന്താ 9 × 75 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 675 എന്ന് കിട്ടി.
പിന്നെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എത്ര റിഡക്ഷൻ എന്താണ് 1 വർഷം കഴിഞ്ഞാൽ എത്ര കിട്ടുന്ന ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയും ആ പലിശയും കൂടെ കിട്ടുക അല്ലേ. അപ്പോൾ രണ്ടും കൂടി പ്ലസ് ചെയ്യുക. അപ്പോൾ 7,500 + 675 = 8,175 rupees. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 9% കാണാന്ന് പറഞ്ഞാൽ ആ തന്ന നമ്പറിനോട് ഇൻറ്റു 9/100 ചെയ്യുക കേട്ടോ. ദെൻ ഇനി ഇവിടെ നോക്കിയാൽ പെർസെൻറ്റ് 50% ആസ് ഫ്രാക്ഷൻ എഴുതുമ്പോൾ 50/100 ചെയ്ത് അല്ലേ. റെഡ്യൂസ്ഡ് ഫോം സ്മോളസ്റ്റ് ഫോമിൽ എങ്ങനെ എഴുതാ? ഇത് ക്യാൻസൽ ചെയ്തു അല്ലേ. 0 ഉണ്ട് 0 ഇവിടെ അല്ലേ. അത് ക്യാൻസൽ ചെയ്താൽ 5/10 ഉണ്ടാവും. 5/10 എന്താണ്? 5 ഒരു പ്രാവശ്യം ബൈ 10 എത്ര പ്രാവശ്യമാണ്? 5 2 അല്ലേ. അപ്പോൾ 1/2. അപ്പോൾ അതാണ് ഇവിടെ 1/2. ദെൻ 25% നമുക്ക് എങ്ങനെ ചെയ്യാം? 25 ഒരു പ്രാവശ്യം 100 എത്ര 25 ഉണ്ട്? 4 അല്ലേ. അപ്പോൾ 1/4. ദെൻ ഇനി 75/100 അല്ലേ. അപ്പോൾ 75/100 നമുക്ക് എങ്ങനെ ചെയ്താൽ ഫ്രാക്ഷൻ 75/100 എഴുതാം അല്ലേ. അപ്പോൾ 75/100 എഴുതുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 75/, അപ്പോൾ നമുക്ക് 75/100 എഴുതാം അല്ലേ. 75%. അപ്പോൾ 75 25 എത്ര പ്രാവശ്യം ഉണ്ട്? 75 3 അല്ലേ. പിന്നെ 100 എത്ര 25 ഉണ്ട്? 4. അപ്പോൾ 3/4. ദെൻ 20/100 20% പറയുമ്പോൾ 20/100 ആണ് അല്ലേ. ദെൻ 20/100 എന്ന് പറയുമ്പോൾ 0 ക്യാൻസൽ ആക്കുക. അപ്പോൾ 2/10 അവിടെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ 2 എത്ര പ്രാവശ്യം? 1. പിന്നെ 10 എത്ര 2 ഉണ്ട്? 5 അല്ലേ. അതാണ് 1/5 എന്ന് എഴുതി കേട്ടോ. ഓക്കെ. ദെൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം ഇനി. An electronic manufacturer sells some of their older models at reduced prices as shown in the table below. എന്താണ്? ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചർ വിൽക്കുകയാണ് അല്ലേ. അവരുടെ പഴയ മോഡൽ സാധനങ്ങളൊക്കെ എന്താക്കുകയാണ്? അയാൾ വിൽക്കുമ്പോൾ എന്താണ്? പൈസ കുറച്ചാണ് വിൽക്കണം അല്ലേ. റിഡ്യൂസ് ചെയ്തിട്ടാണ് വിൽക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കുക, ടേബിളിൽ അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്തൊക്കെയാണ്. ഇപ്പോൾ എന്താണ്? ലാപ്ടോപ്പിന് ഒറിജിനൽ പ്രൈസ് ശരിക്കും എത്രയാണ്? 65,000 ആയിരുന്നു അല്ലേ. അപ്പോൾ റിഡക്ഷൻ 10% കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ മൊബൈൽ ഫോണിൽ 25,000 ആണ്. അതുപോലെ റിഡക്ഷൻ 20% ആണ്. ഈ സ്മാർട്ട് വാച്ചിനോ ഒറിജിനൽ പ്രൈസ് എത്ര? 12,000 ആണ്. റിഡക്ഷൻ 30%. അപ്പോൾ ഈ റിഡക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ ഈ ഒറിജിനൽ പ്രൈസിൻ്റെ. അപ്പോൾ അതൊക്കെ കുറവാണ് അല്ലേ വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ട് കറക്റ്റ് പ്രൈസ് ഓഫ് ഈച്ച്. അപ്പോൾ ഓരോന്ന് കറക്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ ചെയ്യാം? കറൻറ്റ് പ്രൈസ് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? അത് ലാപ്ടോപ്പ് വെക്കുമ്പോൾ ശരിക്കുള്ള പൈസ 65,000 ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഒരുണ്ടാക്കി കുറവിട്ടുണ്ട് അല്ലേ. എത്ര പെർസെൻറ്റേജ്? 10% എന്താണ്? കുറവിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പം കുറവാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കണം? നമുക്ക് 65,000 × 10% കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ. അപ്പോൾ എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് എന്താണ്? നമുക്ക് ഒറിജിനൽ പ്രൈസിൽ നിന്ന് എന്താക്കണം? കിട്ടിയ ഉത്തരം മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കോളം വരയ്ക്കുക അല്ലേ. ഇനി ഇവിടെ എന്താക്കുക? നിങ്ങൾ ഫ്രാക്ഷൻ ഫോം എഴുതുക. അപ്പോൾ നമ്മൾ എന്താക്കി? 65,000 × 10%. അപ്പോൾ 10/100 അല്ലേ. പെർസെൻറ്റേജ് പറയുമ്പോൾ എന്താക്കുക? കിട്ടിയ അതിനോട് അങ്ങോട്ട് by100 അങ്ങോട്ട് എഴുതുക കേട്ടോ. 10% ആണെങ്കിൽ 10/100, 30% ആണെങ്കിൽ 30/100, 5% ആണെങ്കിൽ 5/100 കേട്ടോ. അതുകൊണ്ട് എന്താക്കുക? ഇങ്ങനെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ ആ ഒറിജിനൽ പ്രൈസിനോട് ഈ പെർസെൻറ്റേജ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു ചെയ്യുക. ഓക്കെ. അപ്പോൾ ഒറിജിനൽ പ്രൈസിനോട് 65,000 ഇൻറ്റു ആ പെർസെൻറ്റേജ് എന്താ? 10 ആണ് അല്ലേ. 10/100 എഴുതി അല്ലേ. ഓക്കെ. ഇതെങ്ങനെ നമുക്ക് എന്താക്കുക? ഈ മുകളിൽ എത്ര 0 ഉണ്ട്, താഴെ എത്ര 0 ഉണ്ട് നോക്കുക. ഓരോ 0യും ക്യാൻസൽ ചെയ്യുക. കൂടുതലുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യരുത്. മുകളിലും താഴത്തും ഉണ്ടെങ്കിൽ ഈക്വൽ ലെവലാണെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ. അത് മുകളിൽ 0 ഉണ്ട്, അതേപോലെ എന്താ താഴെയും ഉണ്ട് അല്ലേ. അത് രണ്ടും ക്യാൻസൽ ആക്കി. ദെൻ ഓക്കെ. ദെൻ അടുത്തത് ഇവിടെ ഒരു 0 അല്ലേ. പിന്നെന്താ? ഇവിടെ ഒരു 0. ഓക്കെ. ഇനി 0 മുകളിലുണ്ട്, പക്ഷെ താഴെ ഉണ്ടോ? അപ്പോൾ ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്താ നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നത്? 6,500 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആൻസർ ഇവിടെ വരുന്നത് എന്താണ്? = 6,500 എന്ന് പറയും. അപ്പോൾ ഇതെന്താണ്? റിഡക്ഷൻ പ്രൈസ് ആണ് അല്ലേ. ഇനി നമ്മൾ എന്താണ്? ഇപ്പോൾ ഒരു പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് കുറവ് എന്നല്ല പറഞ്ഞത്. അപ്പോൾ കുറഞ്ഞ പൈസയാണ് എന്ത്? 6,500 അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 65,000നോട് ഈ 6,500 മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ്? കറൻറ്റ് പ്രൈസ് = എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. കറൻറ്റ് പ്രൈസ് = അങ്ങനെ ഏതാ? 65,000 മൈനസ് 6,500. ഓക്കെ. ഇത് എഴുതുക ആദ്യം. കറൻറ്റ് പ്രൈസ് = എന്താക്കുക? 65,000 മൈനസ് 6,500 എഴുതുക. അപ്പോൾ ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എന്താ ഉത്തരം കിട്ടുക?
ആൻസർ. അപ്പോൾ നമ്മൾ ആൻസർ എന്താ? കറൻറ്റ് പ്രൈസ് 65,000 മൈനസ് 6,500 ചെയ്താൽ എത്ര കിട്ടുക? 58,500 റുപ്പീസ് ആണ് അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. പെർസെൻറ്റേജ് വെച്ചിട്ട് മറ്റേ ഒറിജിനൽ പ്രൈസിനോട് പെർസെൻറ്റേജ് എന്താക്കുക? മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരത്തിനോട് എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ പ്രൈസ് കുറച്ചുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ കുറച്ചുണ്ടെങ്കിൽ എന്താക്കുക? നമ്മൾ ആദ്യത്തെ പ്രൈസിനോട് ഇപ്പോൾ കിട്ടിയ ഉത്തരത്തിനോട് എന്താ കിട്ടിയ ഉത്തരം മൈനസ് ചെയ്യാണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ എന്താ? 58,500 റുപ്പീസാണ് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ. ഇനി നെക്സ്റ്റ് മൊബൈൽ ഫോണിൻ്റെ ചെയ്യണം അല്ലേ? രണ്ടാമത്തെ മൊബൈൽ ഫോണാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ആദ്യം എങ്ങനെയാണ്? മൊബൈൽ ഫോൺ എഴുതുക. എന്നിട്ട് ഒറിജിനൽ പ്രൈസ് ഈസ് ഈക്വൽ ടു 25,000 എഴുതുക. റിഡക്ഷൻ 20% ആദ്യം എഴുതാം. എന്നിട്ട് എന്താക്കുക? അതേപോലെ തന്നെ 25,000 ഇൻറ്റു 20/100 എഴുതുക. എന്നിട്ട് ആദ്യം അത് കണ്ടുപിടിക്കുക. എന്നിട്ട് കറണ്ട് പ്രൈസ് ഇസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? 25,000 മൈനസ് ഇവിടെ കിട്ടിയ ഉത്തരം മൈനസ് ചെയ്യുക. അപ്പോൾ എന്താണ് ആൻസർ? അതായിരിക്കും കറണ്ട് പ്രൈസ് മൊബൈൽ ഫോണിൻ്റെ. നമ്മൾ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം 25,000 ഇൻറ്റു 20/100 എഴുതിയില്ലേ? ഇനി സീറോകളുണ്ട്, ക്യാൻസൽ ആക്കി പോവുക അല്ലേ? അപ്പോൾ ഇവിടെ ഒരു സീറോ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സീറോ ഉണ്ട്. ആ സീറോ മുകളിലും താഴത്തും ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സീറോയും ക്യാൻസലായി. ഇനി ഇവിടെ സീറോ ഉണ്ട്. ഓക്കെ, അത് ക്യാൻസലാക്കി. ഇതവിടെ സീറോ അല്ലേ? ഓക്കെ, അപ്പോൾ 2 സീറോയും ക്യാൻസലായി. ഇനി മുകളിൽ സീറോ ഉണ്ട്, പക്ഷേ താഴെ സീറോ ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ ക്യാൻസൽ ആക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? 2,500 അല്ലേ? അപ്പോൾ ഈ ഇതിനുള്ള റിഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2,500 ഇൻറ്റു ഇവിടെ ഒരു 2 ഉണ്ട് കേട്ടോ. സീക്വൽ ടു അത് എഴുതുക. 2,500 ഇൻറ്റു 2. ഓക്കെ, ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു എന്താ എഴുതാം നമുക്ക്? ഇസ് ഈക്വൽ ടു 2,500 എന്ന് പറയുമ്പോൾ എത്ര? 2,500 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്രയാ? 5,000 അല്ലേ? അപ്പോൾ 5,000 എഴുതുക. ഓക്കെ, ഇനി നമ്മളെന്താണ്? കറൻറ്റ് പ്രൈസ് കാണണം അല്ലേ? കറൻറ്റ് പ്രൈസ് ഓഫ് മൊബൈൽ ഫോൺ ഇസ് ഈക്വൽ ടു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം നമുക്ക്. ആദ്യം എഴുതുക. കറൻറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു current price is equal to നമുക്ക് നമ്മൾ ആദ്യത്തെ ഒറിജിനൽ പ്രൈസ് എന്തായിരുന്നു? ഒറിജിനൽ പ്രൈസിനോട് ഇപ്പോൾ കിട്ടിയ പ്രൈസ് മൈനസ് ചെയ്യാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 25,000 ആയിരുന്നു അല്ലേ? അപ്പോൾ 25,000 മൈനസ് എത്രയാണ്? അപ്പോൾ നമുക്ക് റിഡക്ഷൻ എന്താ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചത്? 5,000 അല്ലേ? അപ്പോൾ നമ്മൾ 5,000 എഴുതുക. ദെൻ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? 25,000 5,000 കുറച്ചാൽ എത്രയാണ്? യെസ്, 20,000 അല്ലേ? ഇസ് ഈക്വൽ ടു 20,000. അപ്പോൾ ഇത്രയും എന്താണ്? 20,000 റുപ്പീസാണ് എന്ത് വരുന്നത്? നമ്മളെ ഈ കറൻറ്റ് പ്രൈസ്. ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ വില എത്ര വെച്ചപ്പോൾ 20,000 ആണ് അല്ലേ? ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്? സ്മാർട്ട് വാച്ചിൻ്റെ അല്ലേ? സ്മാർട്ട് വാച്ചിൻ്റെ എത്രയാണ്? 12,000 ആണ് ഇപ്പോഴത്തെ പ്രൈസ് അല്ലേ? അങ്ങനെ ആകുമ്പം എന്താണ് അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? റിഡക്ഷൻ്റെ 30%. ഓക്കെ, അപ്പോൾ 30% എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 12,000 ഇൻറ്റു 30/100 ആദ്യം കണ്ടുപിടിക്കുക അല്ലേ? എന്നിട്ട് അത് കണ്ടുപിടിച്ചിട്ട് എന്താക്കുക നമ്മൾ ചെയ്യേണ്ടത്? കറണ്ട് പ്രൈസിനോട് എന്താക്കുക? നമുക്ക് ഈ കിട്ടിയ ഉത്തരം മൈനസ് ചെയ്യുക അല്ലേ? അതായിരിക്കും നമ്മൾ ആൻസർ. ഓക്കെ, ഇൻറ്റു 30/100 എഴുതുക അല്ലേ? സ്മാർട്ട് വാച്ചിൻ്റെ ആണ്. ഇപ്പോൾ 12,000 ഇൻറ്റു 30/100 എഴുതി. നമുക്ക് എന്താ? ഈ സീറോ മുകളിലുണ്ട്, താഴെയുണ്ട്, ക്യാൻസൽ ചെയ്ത് ഈ സീറോയും ക്യാൻസൽ ആയി. ഇനി ക്യാൻസൽ ചെയ്യാൻ എന്താണ്? താഴെ സീറോ ഇല്ല അല്ലേ? മുകളിൽ സീറോ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം? ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം? ഈസ് ഈക്വൽ ടു 12,000 ഇൻറ്റു 12,000 ആണ് സീറോ ക്യാൻസൽ ആയി. അപ്പോൾ 1,200 ആണ് അല്ലേ? അപ്പോൾ 1,200 ഇൻറ്റു 3. ഓക്കെ, ഇസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടുക? നമുക്ക് 3,600 കിട്ടും അല്ലേ? 3,600 കിട്ടും. ഓക്കെ, 1,200 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ ഈ 0 കൊണ്ട് എഴുതി. 2 3s are 6, 1 ഇൻറ്റു 3 3 അല്ലേ? അപ്പോൾ 3,600 കിട്ടും അല്ലേ? ഇനി നമുക്ക് എന്താ? റിഡക്ഷൻ ആണ് അല്ലേ? അപ്പോൾ കറണ്ട് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടത്? 12,000 3,600 മൈനസ് ചെയ്യണം അല്ലേ? അപ്പോൾ കറണ്ട് പ്രൈസ് ഇസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് നമുക്ക് എങ്ങനെ എഴുതാം? കറണ്ട് പ്രൈസ് ഇസ് ഈക്വൽ ടു എത്രയാ? 12,000 മൈനസ് 3,600. ഓക്കെ, 3,600 എഴുതാം. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എന്ത് കിട്ടും?
അപ്പോൾ നമുക്ക് കിട്ടി 8400 റുപ്പീസ് കിട്ടിയില്ലേ. അപ്പം സ്മാർട്ട് വാച്ചിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? 8400 റുപ്പീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ ബിസിനസ്മാൻ ഡൊണേറ്റ്സ് 2% of his monthly profit to charity. In a certain month he got 25,000 rupees as profit. How much of this did he donate to charity? അപ്പോൾ ഒരു ബിസിനസ്മാനെ എന്താക്കി ഡൊണേറ്റ് ചെയ്യുകയാണെന്ത് അയാളുടെ മന്ത്ലി പ്രോഫിറ്റ്, അയാൾക്ക് മാസത്തിൽ ഇത്ര പ്രോഫിറ്റ് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ 2% എന്താണ് 2% അത് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, മാസത്തിലുള്ള പ്രോഫിറ്റിൻ്റെ 2% 2% ചാരിറ്റിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ചില മാസത്തിൽ ഇൻ സർട്ടൻ മന്തിൽ അയാൾക്ക് 25,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടാറുണ്ട്. 25,000 റുപ്പീസ് എന്താണ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2% പ്രോഫിറ്റ് എന്താണ് ചാരിറ്റിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 25,000 റുപ്പീസ് കിട്ടുന്ന ആ ദിവസങ്ങളിൽ ആ മാസങ്ങളിൽ അയാൾ എത്ര രൂപ ചാരിറ്റിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്ന ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2% 25,000ൻ്റെ 2% കാണാൻ എന്താ ചെയ്യേണ്ടത്? 25,000 × 2/100 എന്ന് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ആ പെർസെൻറ്റേജ് മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അയാൾ ആ പ്രോഫിറ്റും പിന്നെ ആ കിട്ടിയതും കൂടി കൊടുക്കുകയല്ലല്ലോ. ആ പൈസേൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് എന്താണ് ഡൊണേറ്റ് ചെയ്യാന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ പൈസേൻ്റെ ഇത്ര പെർസെൻറ്റേജ് കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് 25,000 × 2/100 ചെയ്താൽ മതി അല്ലേ. എന്നിട്ട് എന്താക്കുക, അതാണ് ഉത്തരം വരുന്നത് അല്ലേ. മറ്റേത് എന്താണ് അയാൾ ആ പ്രോഫിറ്റും അതുപോലെ എന്താണ് ആ പെർസെൻറ്റേജും കൂടി കൊടുക്കുന്നില്ലല്ലോ അയാൾ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ആ പെർസെൻറ്റേജ് മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ 25,000 × 2/100 എന്ന് ചെയ്യാം. അപ്പം 25,000 × 2/100. ഓക്കെ, ഈ സീറോയും മുകളിലുള്ള സീറോയും ക്യാൻസൽ ആക്കാം. ഓക്കെ, പിന്നെ ഒരു സീറോയും കൂടി ക്യാൻസൽ ആക്കാണ്ട് ഈ സീറോയും ക്യാൻസൽ ആക്കി. ഓക്കെ, ദെൻ പിന്നെന്താ വരുന്നത് നോക്കിയേ. 25,000 × 2/100 സീറോയും സീറോയും ക്യാൻസൽ ആക്കിയാൽ എന്താണ് ബാക്കിയുള്ളത്? 215 × 2 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എടുത്ത് എഴുതുക 250 × 2 എന്ന് എഴുതുക. 250 × 2 is equal to എത്രയാണ്? 250 × 2 എത്രയാണ്? 500 അല്ലേ. 500. അപ്പോൾ 500 റുപ്പീസാണ് എന്ത് അയാൾ ചാരിറ്റിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്നത് അല്ലേ. 25,000 രൂപ പ്രോഫിറ്റായി ലഭിക്കുന്ന മാസങ്ങളിൽ അയാൾ എത്രയാണ് ചാരിറ്റിക്ക് കൊടുക്കുന്നത്? 500 രൂപ അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പേഴ്സൺസ് ഏർണിങ്സ് ബിറ്റ്വീൻ 2.5 lakhs and 5 lakhs annually must pay 5% of this as income tax. How much income tax should a person with annual income 3.5 lakhs pay? എന്താ അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എന്താ അവിടെ പറയുന്നത്? പേഴ്സൺസ് ഏർണിംഗ് ബിറ്റ്വീൻ 2.5 lakh and 5 lakh ആനുവലി. എന്താണ്? 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വരുമാനമുള്ള ആൾക്കാരെന്താണ് 5% ഇൻകം ടാക്സ് അടയ്ക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്രയാണ്? 3.5 lakh ശമ്പളം ഉണ്ടെങ്കിൽ ആൾക്ക് 3.5 lakh വർഷത്തിൽ വരുമാനം ഉണ്ടെങ്കിൽ അയാൾ എത്ര പെർസെൻറ്റേജ് അയാൾ ഇൻകം ടാക്സ് അടയ്ക്കണം? പെർസെൻറ്റേജ് 5% പറഞ്ഞില്ലേ. അത് എത്ര അടയ്ക്കണം, എത്ര രൂപ അടയ്ക്കണം എന്ന് ചോദിച്ചാൽ 3.5 lakh വരുമാനമുള്ള ഒരാൾ എന്താണ് എത്ര രൂപ എന്താണ് ഇൻകം ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? 5% ആണ് എന്ത് അല്ലേ. അപ്പോൾ 2ൻ്റെയും 5.5ൻ്റെയും 2.5ൻ്റെയും 5ൻ്റെയും ഇടയിലാണല്ലോ അല്ലേ. അപ്പോൾ 2.5ൻ്റെയും 5ൻ്റെയും ഇടയിലല്ലേ ഈ എന്താണ് 3.5 വരുന്നത് അല്ലേ. 2.5ൻ്റെയും 5ൻ്റെയും ഇടയിലാണ് എന്ത് 3.5 lakh വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താ 5% തന്നെ അടയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 3.5 lakh × 5/100 എന്ന് എഴുതാദ്യം അത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കി 3,50,000 × 5/100 അല്ലേ. ഇനി നമുക്ക് എന്താക്കാം? സീറോ ഉണ്ടെങ്കിൽ ക്യാൻസൽ ആക്കാം അല്ലേ. മുകളിലൊരു സീറോ, താഴെയുള്ളൊരു സീറോ. ഓക്കെ, ഇനി ഒരു മുകളിലൊരു സീറോ മുകളിൽ വെട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും താഴെ വെട്ടിയിരിക്കണം കേട്ടോ. വെട്ടിയന്നെ വെട്ടും ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി വേറെ നമ്പർ ഇല്ല അല്ലേ. അപ്പോൾ ബാക്കി എന്താ ഇവിടെ ഉള്ളത്? 3,500 × 5 ആണല്ലോ അല്ലേ. അപ്പോൾ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം ഈക്വൽ ടു 3,500 × 5. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക?
അപ്പോൾ നമുക്ക് എന്തിട്ട് 17,500 റുപ്പീസ് എന്താക്കണം അയാൾ വർഷത്തിൽ എന്താണ് ഇൻകം ടാക്സിന് അടയ്ക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആൻസർ വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പേഴ്സൺസ് ഏണിംഗ് ബിറ്റ്വീൻ 5 and 10 lakhs should pay 5% of 5 lakhs and 20% of excess over 5 lakhs. How much income tax should a person with the annual income 7.5 lakhs pay? എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് പറയുന്നത് അറിയോ? 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള വരുമാനമുള്ള ആൾക്കാർ എന്താണ് ഈ 5 lakhs വരെ 5% എന്താക്കുക ഇൻകം ടാക്സ് അടയ്ക്കണം. അതിൻ്റെ ബാക്കിയുള്ളത് എത്രയാണ്? 20% എന്താണ് 5 lakhsന് കൂടുതൽ വരുന്ന ആ തുക ഉണ്ടല്ലോ, ആ തുകേൻ്റെ 20% എന്താണ് ഇൻകം ടാക്സിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹൗ മച്ച് ഇൻകം ടാക്സ് ഷുഡ് എ പേഴ്സൺ വിത്ത് ആനുവൽ ഇൻകം 7.5 lakh ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ 7 ലക്ഷം വരുമാനമുള്ള ആനുവൽ വരുമാനമുള്ള ഒരാൾ എത്ര ഇൻകം ടാക്സ് അടയ്ക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് 5 lakhs. ഇപ്പം 5-ന്റെയും 10-ന്റെയും ഇടയിലുള്ള ആൾക്കാർക്കാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 5-ന്റെയും 10-ന്റെയും ഇടയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ 5 lakhsന് എന്താണ് 5%, ബാക്കി വരുന്ന ആ ലാക്സിന് എന്താണ് 20% എന്താക്കണം ഇൻകം ടാക്സ് അടയ്ക്കണം എന്ന് അറിഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുക എങ്ങനെയാണ്? അവിടെ ഇപ്പോൾ എത്ര തന്നിരിക്കുന്നത്? 7.5 അല്ലേ പറഞ്ഞിരിക്കുന്നത്, 7 ലക്ഷമാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഈ 7 നമുക്ക് എന്താക്കുക? ആദ്യം 5 എന്ന് എഴുതുക അല്ലേ. 5 പ്ലസ് പിന്നെ എന്താക്കുക 2.5 അല്ലേ. 5-ന് എന്താക്കുക? അപ്പൊ നമുക്ക് 7 എന്താക്കുക 5ഉം 2.5 ആക്കി മാറ്റി അല്ലേ. അപ്പൊ 5 lakh ആണെങ്കിൽ എന്താണ് 5 lakhന് 5% അല്ലേ. അപ്പൊ 5 lakhന്റെ 5% ആദ്യം കാണുക, പ്ലസ് പിന്നെന്താണ് 2.5 അല്ലേ ബാക്കിയുള്ളത് 7-ല് 7.5 ഇപ്പൊ 2.5 അല്ലെ. 2.5 ഇൻറ്റു എത്ര 20% പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പൊ 20% കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഓക്കെ, അപ്പൊ നമ്മൾ എന്താക്കുക 7 lakh 7.5 lakh അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 7.5 lakhന് നമുക്ക് എന്താ ഇങ്ങനെ എഴുതുക ആദ്യം. ഓക്കെ അല്ലെ, 7,80,000 അല്ലേ. 7.5 എന്ന് പറയുമ്പോൾ 7 എന്ന് പറയുമ്പോൾ എത്ര 7,50,000 ആണ് അല്ലേ. അപ്പോൾ ഇത്രയും ഇതിനെ നമുക്ക് എന്താക്കുക ആദ്യം 5 lakh പ്ലസ് പിന്നെ ബാക്കിയുള്ള ഇങ്ങനെ എഴുതുക. ഓക്കെ, 5 lakhന്റെ എന്താ ഒരു പറഞ്ഞിരിക്കുന്നത്? 5 lakhനാണെങ്കിൽ 5%ഉം ബാക്കിയുള്ളതിന് 20% അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കുക ഇതിനെ ഇങ്ങനെ എഴുതുക അല്ലേ. ഇസ് ഈക്വൽ ടു 5 lakh ഇൻറ്റു 5/100. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കി 5 lakhന് 5% അല്ലേ പറഞ്ഞത്. ഇപ്പോൾ 5 lakh ഇൻറ്റു 5/100 എഴുതി, പ്ലസ് പിന്നെ ബാക്കിയുള്ളതിന് 20%. ഇപ്പോൾ ബാക്കിയുള്ള എത്രയാണ് 2,50,000 ഇൻറ്റു 20% പറയുമ്പോൾ 20/100. ഇനി നമുക്ക് എന്താക്കാം സീറോസിൻ്റെ ക്യാൻസൽ ആക്കാം അല്ലേ. അപ്പോൾ ഇവിടെ 0 നമ്മുടെ കിടക്കുന്ന ഈ 0യും മുകളിലും താഴത്തുള്ള ക്യാൻസൽ ചെയ്യുക അല്ലേ. ഇനി ഈ 0യും ഈ 0യും ഈ 0യും ഈ 0യിലെല്ലാം ക്യാൻസൽ ചെയ്യാൻ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്കൊന്നും പോകല്ലേ. എന്താണ് ഇതുപോലെ തന്നെ ചെയ്യുക. ഓക്കെ അല്ലേ. ഇനി അടുത്ത് ഇപ്പുറത്ത് അല്ലേ ഈ പ്ലസ് കഴിഞ്ഞിട്ടുള്ള ഇവിടെ ഇൻറ്റു അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 0 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 0യും പിന്നെന്താണ് ഈ താഴെയുള്ള 0യും ക്യാൻസൽ ആക്കുക. പിന്നെ ഇതാ ഇവിടെ മുകളിലൊരു 0 ഉണ്ട്, താഴെയുള്ളൊരു 0യും. ഓക്കെ, ക്യാൻസൽ ചെയ്തു അല്ലേ. ഇനി ബാക്കി എന്താണ് ഇവിടെ ഉള്ളത്? ബാക്കിയുള്ളത് നമുക്ക് എന്താ പറയുക എത്രയുള്ളത് 5,000 ഇൻറ്റു 5 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്താൽ ഈസ് ഈക്വൽ ടു 5,000 ഇൻറ്റു 5 പ്ലസ് പിന്നെന്താണുള്ളത് 2,500 അല്ല എത്ര വരിക 25,000 അല്ലേ. 25,000 ഇൻറ്റു 2. ഓക്കെ, ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു 5,000 ഇൻറ്റു 5 എത്രയാണ് 25,000 അല്ലേ. അപ്പോൾ 25,000 പ്ലസ് 25,000 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 50,000 അല്ലേ. 50 പിന്നെ 1000. ഓക്കെ, ഇനി രണ്ടും കൂടി പ്ലസ് ചെയ്യുക അല്ലേ. രണ്ടും കൂടി പ്ലസ് ചെയ്താൽ എന്ത് കിട്ടും? 25,000 പ്ലസ് 50,000 എന്ന് പറഞ്ഞാൽ എത്രയാണ് 75,000 അല്ലേ. 75,000 ഇതിൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ദെൻ അപ്പം 7.5 lakh ആനുവലായിട്ട് വരുമാനമുള്ള ഒരാൾ എന്താണ് എത്ര ടാക്സ് കൊടുക്കണം? 75,000 ടാക്സ് വർഷത്തിൽ കൊടുക്കണം അല്ലേ. ഓക്കെ,
അപ്പം ഇത്രയും റുപ്പീസാണ് എന്താക്കേണ്ടത്, അയാൾ ടാക്സ് കൊടുക്കേണ്ടത് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതുവരെ എടുത്ത ഭാഗം നമുക്ക് മനസ്സിലാക്കുക. അത് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 30% എന്ന് പറയുമ്പോൾ 30/100 ചെയ്യുക, 20% പറയുമ്പോൾ 20/100 ചെയ്യുക, 5% പറയുമ്പോൾ 5/100% വരുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. ഓക്കെ, 10 തന്നിരിക്കുന്ന ആ നമ്പറിനോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.